ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു റിച്ചീസ് യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാനൊരു റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അത് ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് ഇരുന്ന ഒരു റെസിപ്പിയാണ്. നമ്മുടെ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ ട്രെൻഡിങ് ആയിരുന്നു. ഇപ്പം ട്രെൻഡിങ് ആണോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ എന്നാലും നമുക്കതൊന്ന് ട്രെൻഡിങ് ആക്കിയാലോ? ഓക്കെ, ഭയങ്കര സിമ്പിളാണ്. 5 മിനിറ്റ് പോലും വേണ്ട ഈ ഒരു റെസിപ്പി ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതാണോ എന്ന് നിങ്ങൾ ചിന്തിക്കും. ഓക്കെ, നമുക്ക് ഈ ബാക്കി വരുന്ന ചോറുണ്ടല്ലോ, ഈ വീട്ടിലെന്നും ചോറ് ബാക്കി വരും. ഓക്കെ, സോ അങ്ങനെ ഈ ചോറ് വെച്ച് എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഇങ്ങനെ ഒരു റെസിപ്പി ഞാൻ കണ്ടത്. അപ്പം ഞാൻ വിചാരിച്ചു, ഓക്കെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് ഞാൻ വിചാരിച്ചു. അപ്പം അങ്ങനെ ട്രൈ ചെയ്തു. എൻ്റെ പൊന്നടാവേ, സൂപ്പർ ടേസ്റ്റായിരുന്നു. എൻ്റെ 2 പിള്ളേർക്കും ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാനൊക്കെ ഡയറ്റ് നോക്കുന്നുണ്ട്, അതൊക്കെ അങ്ങോട്ട് ഇതാക്കിയില്ല. അപ്പോൾ ഇത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും മധുരം ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ബാക്കി വരുന്ന ചോറ് വെച്ചിട്ട് നമുക്കൊരു ചോക്ലേറ്റ് മൂസ് ഉണ്ടാക്കാം. ഇപ്പം എല്ലാവർക്കും മനസ്സിലായില്ലേ ഞാൻ എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന്? വളരെ സിമ്പിളാണ്. നമുക്ക് ഒന്നും വേണ്ട, നമ്മുടെ വീട്ടിലിരിക്കുന്ന സംഭവം വെച്ചിട്ട് തന്നെ ചെയ്താൽ മതി. ഇതിലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും വെള്ളമായിരുന്നു, ഞാൻ കണ്ട വീഡിയോസിൽ എല്ലാവരും ചൂടുവെള്ളം വെച്ചിട്ടായിരുന്നു അത് പ്രിപ്പയർ ചെയ്തത്. പക്ഷെ ഞാനും എങ്ങനെ പ്രിപ്പയർ ചെയ്തേ എന്നുള്ളത് നമുക്കൊന്ന് കാണാം. ഞാൻ ആക്ച്വലി ഇന്നലെയാണ് അത് ഉണ്ടാക്കുന്നതിൻ്റെ ഒക്കെ വീഡിയോ ഞാൻ എടുത്തു, പക്ഷെ ഞാൻ ഇൻട്രോ എടുത്തില്ല. അത് ഇന്നാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് പോയി നോക്കാം എങ്ങനെയാണെന്നുള്ളത്. സോ ഗൈസ്, എനിക്ക് ബാക്കി വന്ന ചോറാണ് ഇത് ഫുള്ള് ഞാൻ യൂസ് ആക്കുന്നുണ്ട്. പിന്നെ പാലെടുക്കുന്നുണ്ട്. പിന്നെ ചോക്ലേറ്റ് നമ്മുടെ ഇഷ്ടാനുസരിച്ചുള്ള ചോക്ലേറ്റ് എടുക്കാവുന്നതാണ്. ഞാനിവിടെ ഡയറി മിൽക്കിൻ്റെ ചോക്ലേറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം പാല് ആവശ്യത്തിനുള്ളത് കുറച്ചെടുക്കാം. എന്നിട്ട് അതിലോട്ട് നമുക്ക് ചോക്ലേറ്റ്സ് എത്രയാണോ മധുരത്തിൻ്റെ അളവനുസരിച്ച് എത്ര ചോക്ലേറ്റ്സ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം പാലിൽ തന്നെ. ഞാൻ കണ്ട വീഡിയോസിൽ എല്ലാവരും വെള്ളമായിരുന്നു യൂസ് ചെയ്തത്, വോം വാട്ടറാണ് യൂസ് ചെയ്തത്. പക്ഷെ അത് എനിക്കറിയത്തില്ല, അത് ടേസ്റ്റ് എത്രത്തോളം വരുമെന്നുള്ളത് എനിക്കറിയത്തില്ല. ഞാനിവിടെ പാലാണ് എടുത്തിരിക്കുന്നത്. അപ്പം ചോക്ലേറ്റ് മെൽറ്റായി വരുന്നുണ്ട്. ഇത് മെൽറ്റായി വരുമ്പോൾ തന്നെ നല്ല അടിപൊളി സ്മെല്ലാണ് വരുന്നത്. അപ്പോൾ നമുക്കിത് മൊത്തത്തിലൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. സോ ഗൈസ്, നമ്മുടെ ചോക്ലേറ്റ് ഇവിടെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫാക്കിയിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഞാൻ ഇതിനകത്ത് കുറച്ച് കൊക്കോ പൗഡർ യൂസ് ആക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് യൂസ് ആക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. ഞാനിവിടെ യൂസ് ചെയ്ത് എന്തിനാണെന്ന് വെച്ചാൽ കുറച്ച് കളർ വരട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഞാനിത് കൊക്കോ പൗഡർ യൂസ് ചെയ്തത്. അതും വളരെ കുറച്ചാണ് ഞാൻ യൂസ് ആക്കിയേക്കുന്നത്. എൻ്റെ കൊക്കോ പൗഡറിന് തീരെ മധുരം ഇല്ലാത്തതാണ് കേട്ടോ. സോ നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. നല്ല അടിപൊളി സ്മെല്ലാണ് ഗൈസ്. ഓക്കെ, ഇനി നമുക്ക് ജാറിനകത്തോട്ട് ചോറിട്ട് കൊടുക്കാം. ഞാൻ ആദ്യം കാണിച്ച ഫുള്ള് ചോറ് ഇതിൽ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ചോക്ലേറ്റ് മിൽക്കും കൂടി നമുക്കിതിൽ ഫുള്ളായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കണം കേട്ടോ. നല്ല പേസ്റ്റായിട്ട് വരണം. അപ്പോൾ ഇവിടെ നന്നായിട്ട് ഗ്രൈൻഡായി വന്നിട്ടുണ്ട്, നല്ല പേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് വേണം മധുരം നോക്കാം. മധുരം കുറവാണെങ്കിൽ കുറച്ച് ഷുഗറും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് ഒന്നുകൂടെ ഗ്രൈൻഡ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. എനിക്കിവിടെ മധുരം നല്ല പാകത്തിനായിരുന്നു കിട്ടിയത്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് എടുക്കേണ്ടത്. ഒത്തിരി വെള്ളമായി പോവരുത്, ഒത്തിരി കട്ടയായിട്ടും വരരുത്. ഈ ഒരു പരുവത്തിൽ വേണം നമുക്കിതിനെ എടുക്കാനായിട്ട്. എന്നിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് കൊക്കോ പൗഡറും കൂടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഇതും ഓപ്ഷണലാണ്, നിങ്ങൾക്ക് കൊക്കോ പൗഡർ യൂസ് ആക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇങ്ങനെ ഫ്രീസ് ആക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ഇതിൻ്റെ മുകളിൽ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് ഫ്രീസ് ചെയ്തെടുക്കാം. 3 to 4 hours നമുക്ക് ഫ്രീസ് ചെയ്ത് എടുക്കാവുന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ ഇത് ഒരു ദിവസം ഫുള്ളായിട്ട് ഫ്രിഡ്ജ് വെച്ചിട്ട് പിറ്റേ ദിവസമാണ് എടുത്തത്.
ഇങ്ങനെയായിട്ടാണ് എനിക്ക് കിട്ടിയത്. നല്ല ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്നുള്ളതൊന്ന് നോക്കാം. ഞാനിവിടെ ചെറിയ സ്പൂണിലാണ് എടുക്കുന്നത്, കാരണം ഡയറ്റാണേ. അപ്പോൾ നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളത്. അപ്പം നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു ഗൈസ്. ഇത് മസ്റ്റ് ട്രൈ ആണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാവും. എൻ്റെ 2 പിള്ളേർക്കും ഇത് ഒരുപാട് ഇഷ്ടമാണ്. ഇതിപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. മധുരമൊക്കെ നല്ല പാകത്തിനായിരുന്നു, ഓവറായിട്ടുള്ള മധുരം ഒന്നും ഉണ്ടായിരുന്നില്ല. സോ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ.